പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജലജ അബിയെ കാണാൻ ചെന്നു. എന്നിട്ട് അബിയോട് അനന്തപുരിയിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അനിക്ക് കമ്പനിയുടെ പകുതി ചാർജ് കൊടുത്ത കാര്യവും ഒക്കെ പറയുമ്പോഴേക്കും അബിക്കാകെ വിഷമമാവുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട് അവൻ നോക്കുന്ന ജ്വല്ലറികളാണ് ബ്രാഞ്ചുകളാണ് ഇപ്പം നമ്പർ 1 എന്ന് പറയുമ്പം അബി പറയുവാണ് അവൻ നമ്പർ 1 ആകാതിരിക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ നമ്മുടെ ജ്വല്ലറികളിലെ നമ്പർ 1 മാനേജർമാരെയാണ് അവൻ്റെ ബ്രാഞ്ചിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അവൻ നമ്പർ 1 ആയത്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തു തരാറില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു. ദേഷ്യമുണ്ട് അബിക്ക്. അന്നേരം ജലജ പറയുന്നുണ്ട് ഇതിനെല്ലാം പകരം വീട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും അനന്തപുരി ഒരു മരണ വീടായിരിക്കുമെന്ന് പറയുവാണ്. പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു നെവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ പുരോഗമനം പറയുന്നവർ, പെൺകുട്ടികൾക്ക് തൻ്റെ ഇടം വേണം എന്ന് പറയുന്നവർ തന്നെ അങ്ങനെ തൻ്റെ ഇടമുള്ള പെൺകുട്ടി എൻ്റെ കുടുംബത്തിൽ വേണ്ട എന്ന് പറയും. അതും സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നയനയും ദേവയാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ദേവയാനി നയനോട് പറയുവാണ് കുറച്ച് മുമ്പ് മോള് ജ്യൂസ് കുടിച്ചു, അത് പെട്ടെന്ന് ദഹിച്ചു പോകുമല്ലോ, അതുകൊണ്ട് വേറെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുവാണ്. അതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് നല്ല ആരോഗ്യം കാണും, അതുപോലെ നല്ല കളറൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ഏതായാലും ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നയനയ്ക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ട്. അത് ദേവയാനി ആദർശനെയാണെന്ന് തോന്നുന്നു വിളിച്ച് പറയുന്നുണ്ട്. മോൾക്ക് നല്ല വയറുവേദനയുണ്ട്, അതുപോലെ ചെറിയ തളർച്ചയുണ്ട് എന്നൊക്കെ. അതുപോലെ നയന വയറും പൊത്തിപ്പിടിച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.